Hallelujah. How many happy people are here? Lift your hands and praise സന്തോഷമുള്ള God. എത്ര പേര് ഇവിടെ ഉണ്ട്? ആമേൻ. Today is a day of rejoicing. ഇന്ന് നമുക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. Hallelujah. Praise the Lord. It is our job, it is our custom sometimes to study the character of biblical characters. Today we'll be looking into that. ദൈവവചനത്തിലെ ചില കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങൾ പഠിക്കുന്നത് നമ്മൾ ചെയ്യാറുണ്ട്. നമുക്ക് അങ്ങനെ പഠിക്കാം. I'm just sorry. തുടർന്ന് പുതിയതായിട്ട് ജീവിതങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക. This morning we want to look into some parts of the life of a man called Paul. പൗലോസ് എന്ന വ്യക്തിയുടെ ചില ജീവിതത്തിന്റെ സ്വഭാവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ When we പോകുകയാണ്. study the character of people, we also understand the character of their God. ആമേൻ. വ്യക്തികളുടെ സ്വഭാവങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ദൈവത്തിന്റെ സ്വഭാവവും അവരിൽ കൂടെ നമ്മൾ കാണുകയാണ്. When you go to a nation called India, ഇന്ത്യയിൽ നമ്മൾ പോകുമ്പോൾ you can see a lot of people standing with a sword in their hand and with one head cut off. ഹല്ലേലൂയ. അനേകർ ഒരു വാള് കയ്യിൽ പിടിച്ചുകൊണ്ട് തല അരിയപ്പെട്ടവരായി നിൽക്കുന്ന ചിത്രങ്ങൾ കാണാം. And they are doing it for God. അത് അവരുടെ ദൈവത്തിന് വേണ്ടി അവർ In ചെയ്യുക. other words, that is their God. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അതാണ് അവരുടെ ദൈവം. You look at a man, you will know his God. ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ ദൈവം ആരാണെന്ന് മനസ്സിലാകും. This morning we are going to look into a man called Paul. ഇന്ന് പകൽക്കാലം നമ്മൾ പൗലോസിനെ ശ്രദ്ധിക്കാൻ We പോവുകയാണ്. know him as a great man of God. നമുക്കറിയാം അദ്ദേഹം ഒരു വലിയ ദൈവദാസനാണ്. Truly, he was a great vessel used by God. ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വലിയ A മാനപാത്രമാണ്. man, I would say, who was made into the likeness of Jesus every day. ഓരോ ദിവസവും യേശുവിനെ പോലെ ആയിത്തീർന്ന ഒരു We മനുഷ്യൻ. take off from the book of Acts chapter 9 verses 5. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 9:5 നമുക്ക് തുടങ്ങാം. I hope you have taken it down. We are going to show the scriptures here. I'm going to read. And he said, "Who are you, Lord?" And the Lord said, "I am Jesus whom you persecute. It is hard for you to kick against the pricks." ആമേൻ. ഹല്ലേലൂയ. പൗലോസ് നീ ആരാകുന്നു കർത്താവേ എന്ന് പൗലോസ് ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു, മുള്ളിന് നേരെ ഉദയ്ക്കുന്ന നിനക്ക് വിഷമമാകുന്നു എന്നൊരു ശബ്ദം തന്നെ കേട്ടു. There are two people I want to focus today to show something about Paul. പൗലോസിനെ പറ്റി കാണുവാനായി വേറെ രണ്ട് So you see, Peter had a dramatic experience. ഹല്ലേലൂയ. ഒരു പ്രത്യേക അനുഭവം പത്രോസിനുണ്ടായി. Peter saw a miracle before he came to Jesus. യേശുവിനെ കാണുന്നതിന് മുമ്പ് Patros. യേശുവിനെ കാണുന്നതിന് മുമ്പ് പത്രോസിന് വലിയ അത്ഭുതമുണ്ടായി. But Paul's experience was different. എന്നാൽ പൗലോസിന്റെ അനുഭവം വ്യത്യസ്തമാണ്. One touch from the Lord was enough to change Saul into Paul. ആമേൻ. സൗലിനെ പൗലോസ് ആക്കുവാൻ യേശുവിന്റെ ഒറ്റ സ്പർശനത്തിന് കഴിഞ്ഞു. In Peter's life, he had to see the hand of God in his life, miracle. He had to go through a lot of things. ആമേൻ. അനേക തവണ കർത്താവിന്റെ കരം കണ്ടാണ് പത്രോസ് കർത്താവിൽ സ്ഥിരമായി വന്നത്. In the life of Saul, എന്നാൽ ശൗലിന്റെ ജീവിതത്തിൽ the first touch of Jesus was enough to change Saul into Paul. യേശു കർത്താവിന്റെ ആദ്യത്തെ ഒരു കരസ്പർശനം മാത്രം മതിയായിരുന്നു ശൗലിനെ പൗലോസാക്കി മാറ്റി. Saul was a man of authority even when he was not a Christian. ക്രിസ്ത്യാനി അല്ലാതിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അധികാരമുള്ള ഒരു മനുഷ്യനാണ്. And he was galloping towards the destruction of the Christian church. ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുവാനായി അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്. Hallelujah. Praise the Lord. Right now Saul was a man of authority. ഹല്ലേലൂയ. ശൗൽ അധികാരമുള്ളവനാണ്. And Saul was galloping towards the destruction of Christians. ക്രിസ്ത്യാനികളെ കൊന്നു മുടിക്കുവാൻ അദ്ദേഹം ഓടുകയാണ്. But somebody touched him. എന്നാൽ ഒരു വ്യക്തി അദ്ദേഹത്തെ തൊട്ടു. He said, "Hold on, gentleman. അദ്ദേഹം പറഞ്ഞു, പൗലോസേ ഒന്ന് Why do you persecute me?"
നീ എന്നെ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? Why do you persecute my church? എന്റെ സഭയെ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നത്? Saul fell down from the horse. ഓ ഹല്ലേലൂയ, ശൗൽ കുതിരപ്പുറത്ത് താഴെ വീണു. The first reported message or word from Paul was, "Who are you, Lord?" ആദ്യമായി ശൗലിന്റെ വായിൽ നിന്ന് വന്ന ഏക ശബ്ദം ഇതാണ്, കർത്താവേ നീ ആരാകുന്നു. The word Lord is translated from a Greek word called Kyrios. കീറിയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലോർഡ്, കർത്താവേ എന്ന പദം It വന്നിരിക്കുന്നത്. is from that word the word Kurian came in India. ആ പദത്തിൽ നിന്നാണ് കേരളത്തിലുള്ള കുര്യൻ എന്നുള്ള പേര് വരുന്നത്. Kyrios or Kyrios means Lord, a man of authority. ആമേൻ. കുര്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികാരമുള്ളവൻ എന്നാണ് അർത്ഥം. When Jesus touched Peter, Peter did not say, "Who are you, Lord?" ആമേൻ. കർത്താവായ യേശു പത്രോസിനെ തൊട്ടപ്പോൾ അങ്ങ് ആരാണ് കർത്താവേ എന്ന് പത്രോസ് He ചോദിച്ചില്ല. said, "Go away from me, Lord." ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, കർത്താവേ എന്നെ വിട്ട് പോകണമേ But എന്ന്. Paul's reaction was different. എന്നാൽ പൗലോസിന്റെ പ്രതികരണം He വ്യത്യസ്തമാണ്. said, "Who are you, Lord?" കർത്താവേ നീ ആരാകുന്നു? Paul was saying, പൗലോസ് പറയുക, "In all my life, I have been the only Lord I know. ഓ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഞാനായിരുന്നു എന്റെ യജമാനൻ. Whatever I decide, I do it. എന്റെ ഇഷ്ടം ഞാൻ നിവർത്തിച്ചു. Wherever I think I'll go, I'll go." ഞാൻ പോകണമെന്ന് വിചാരിച്ചിടത്തൊക്കെ പോയി. In the first time in my life, somebody has stopped me even when I was on a horse. "Who are you, Lord?" ഞാൻ വലിയ അധികാരത്തോടുകൂടി ചില ചെയ്യാൻ കുതിരപ്പുറത്ത് പോകുമ്പോൾ എന്നെ ആദ്യമായിട്ട് തടഞ്ഞത് ആരാണ് നീ കർത്താവേ? He was scared. He was startled. He was amazed as the Lord of Lords and the Master of Master. യജമാനന്മാരുടെ യജമാനവും കർത്താവന്മാരുടെ കർത്താവുമായ യേശു അവനെ തൊട്ടപ്പോൾ അവൻ ഭയന്ന് ആശ്ചര്യമുള്ളവനായി. If Paul had to call Jesus Lord, think of the authority and majesty of our Jesus. അധികാരമുണ്ടായിരുന്ന പൗലോസ് കർത്താവേ എന്ന് യേശുവിനെ വിളിക്കണമെങ്കിൽ യേശുവിന്റെ മഹത്വം എത്ര വലുതാണ്. This church preaches that Jesus, ആ യേശുവിനെയാണ് നമ്മൾ ഇവിടെ പ്രസംഗിക്കുന്നത്. not a weak Jesus, ഒരു ബലഹീന യേശു അല്ല, but a Jesus who brings fear into the heart of the hardest man. ഏറ്റവും കഠിന ഹൃദയന്റെ ഹൃദയത്തിൽ പോലും ഭയം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു യേശുവാണ് നമ്മുടെ യേശു. Hallelujah. Amen. Saul acknowledged authority ഹല്ലേലൂയ. ആദ്യമായിട്ട് അധികാരത്തെ പൗലോസ് അംഗീകരിച്ചു. because he was a man of authority. കാരണം താൻ അധികാരം അറിയാവുന്നവനാണ്. He also acknowledged authority. അദ്ദേഹത്തെ താൻ അംഗീകരിക്കും. I want to tell you something. ഞാൻ പറയട്ടെ, Many of you are working in many places, നിങ്ങളിൽ പലരും ജോലി ചെയ്യുന്നു. and you all have to submit to some authority. നിങ്ങൾ ചില അധികാരങ്ങൾ കീഴ്പ്പെട്ടേ പറ്റൂ. If you truly are submitting to godly authority, എന്നാൽ ദൈവിക അധികാരം നിങ്ങൾ കീഴ്പ്പെട്ടാൽ you will be able to recognize the authority that is in Jesus Christ. യേശുക്രിസ്തുവിലുള്ള അധികാരം നിങ്ങൾക്ക് മനസ്സിലാകും. And if you want the authority of Jesus to be transferred to you, you need to learn to submit. ആമേൻ. യേശുവിന്റെ അധികാരം നിങ്ങളുടെ മേലേക്ക് പകരപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അധികാരങ്ങൾക്ക് കീഴ്പ്പെടുന്നവരാകണം. For example, the worship team in our church, ഉദാഹരണം നമ്മുടെ സഭയിലെ വർഷിപ്പ് ടീം, or the worship team in any church. ഏത് സഭയിലെയും ആരാധന Do ടീം, you know the worship team is kept here to bring people into the very presence of God? ആമേൻ. ആരാധന ടീമിനെ എന്തിനു വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നത്? ജനത്തെ ആരാധനയിലേക്ക് നയിക്കുവാനാണ്. When the worship team begins to sing a song, ആരാധന ടീം പാടുമ്പോൾ the people must begin to worship. ആ ജനം ആരാധിക്കാൻ തുടങ്ങണം. That is the difference between an old covenant church and a new covenant church like ours. അതാണ് പഴയ നിയമസഭയും നമ്മളെ പോലുള്ള പുതിയ നിയമസഭയും തമ്മിലുള്ള വ്യത്യാസം. But if the presence of God has to come, എന്നാൽ ദൈവ സാന്നിധ്യം വരണം. the worship team must go in submission to godly leadership, to God himself. ആമേൻ, ആമേൻ, ആമേൻ. എന്നാൽ വർഷിപ്പ് ടീം ദൈവിക അധികാരത്തിന് നേതൃത്വത്തിന് കീഴടങ്ങി ദൈവത്തിന് തന്നെ കീഴടങ്ങുമ്പോൾ മാത്രമേ അത് നടക്കത്തുള്ളൂ. Hallelujah. ഹല്ലേലൂയ. When you obey unconditionally, when you submit to godly authority unconditionally, remember the authority and power of God himself comes upon you. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം ആക്കുന്ന അധികാരങ്ങൾക്ക് നിങ്ങൾ സ്വമേധയാ കീഴ്പ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ തന്നെ അധികാരം നിങ്ങളുടെ മേലെ കടന്നു വരികയാണ്. 2 Fridays ago, 2 for the വെള്ളിയാഴ്ചക്ക് മുമ്പ് children's meeting, അല്ലെ ഒരു ദിവസത്തെ മീറ്റിംഗിൽ the worship team here, they were singing songs. ഇവിടുത്തെ വർഷിപ്പ് ടീം കുഞ്ഞുങ്ങൾ പാട്ട് പാടുക. The presence of God was so awesome. ദൈവ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. And today also, ഇന്നും God's presence was so beautiful. ദൈവത്തിന്റെ സാന്നിധ്യം എത്ര മനോഹരമായിരുന്നു. There is one reason for that. അതിനൊരു കാരണമേ ഉള്ളൂ. By and large, I know all our children are submissive. ആമേൻ. ഒരു കാരണം മാത്രമേ ഉള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണപ്പെടുന്നവരാണ്, വിധേയപ്പെടുന്നവരാണ്. Wherever there is submission, the power and authority of God flows along with you. ആമേൻ, ആമേൻ. എവിടെ നിങ്ങൾ കീഴ്പ്പെടാൻ തീരുമാനിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ അധികാരവും സാന്നിധ്യവും നിങ്ങളോട് കൂടെ വരും. Paul was able to recognize the authority of Jesus Christ. That is what he said, Lord, who are you? ശൗൽ യേശു കർത്താവിന്റെ അധികാരത്തെ അംഗീകരിക്കാൻ ഇടയായി. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചത്, കർത്താവേ നീ ആരാ? The first thing we learn about Paul, a man who was under authority and who was still willing to be under authority. ആമേൻ, ആമേൻ. ശൗലിനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കുന്നതായിട്ടുള്ള കാര്യം, അദ്ദേഹം അധികാരമുള്ളവനാണ്, അത് മാത്രമല്ല അധികാരത്തിന് കീഴ്പ്പെടാൻ മനസ്സുള്ളവനാണ്. Acts 9:20. The next thing we learn about Paul, ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 9:20 രണ്ടാമത്തെ it കാര്യം, says
says, then straightway he preached Christ in the synagogues, that Jesus is the Son of God. യേശു ദൈവപുത്രനെന്ന് ഈ ശൗല് ദൈവാലയങ്ങളിൽ പ്രസംഗിക്കാൻ തുടങ്ങി. Hallelujah. Hallelujah. Saul was just born again. ഇപ്പോൾ വീണ്ടും ജനിച്ചതാണ് ശൗൽ. And Saul was going to preach. അദ്ദേഹം പ്രസംഗിക്കാൻ പോവാ. A man of conviction and a man of action. ഹല്ലേലൂയ സ്തോത്രം. അതേ തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഒരു മാറ്റം വന്നവൻ ഒരു പ്രവർത്തന Let me നിരതനാകും. ask you this morning, church. ഞാൻ സഭയോട് ചോദിക്കട്ടെ, Are you convinced about your faith? നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? If you're not convinced about your faith, it is very easy to shake. നിങ്ങളുടെ വിശ്വാസത്തെ പറ്റി നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ കുലുങ്ങിപ്പോകും. You can easily fall from grace. കൃപയിൽ നിന്ന് വീണു പോകാം. Some days ago, I asked my daughter, ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ മകളോട് I said, ചോദിച്ചു, Miriam, are you coming to church because your dad is the pastor, or are you convinced that you are in the right place? മോളെ മിരിയ, നീ സഭയിൽ വരുന്നത് നിന്റെ അപ്പൻ പാസ്റ്റർ ആയതുകൊണ്ടാണോ, യേശു നിന്റെ രക്ഷിതാവാണെന്ന് നിനക്ക് അറിയാവുന്നതുകൊണ്ടാണോ? She gave me a good answer. അവളൊരു നല്ല ഉത്തരം തന്നു. Church, I want to ask you something. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, Especially, I want to speak to the next generation. പ്രത്യേക അടുത്ത തലമുറയോട് ഞാൻ Are you സംസാരിക്കാം. coming to church because your parents are bringing you, or do you have a reality called Jesus in your heart? Are you convinced about this truth? ആമേൻ ആമേൻ. നിങ്ങളുടെ മാതാപിതാക്കൾ ഈ സഭയിൽ വരുന്നതുകൊണ്ടാണോ, അവർ നിർബന്ധിക്കൊണ്ടാണോ നിങ്ങൾ ഈ സഭയിൽ വരുന്നത്? അല്ല, യേശുവാണ് എന്റെ അടിസ്ഥാനം, എന്റെ രക്ഷകൻ എന്നുള്ള ആ ഉറപ്പും ധൈര്യവും നിങ്ങൾക്കുള്ളത് കൊണ്ടാണോ വരുന്നത്? Paul was a man of conviction. That is why he started to preach the word of God immediately. ഓ ഹല്ലേലൂയ. അദ്ദേഹത്തിന് ഒരു ഉറപ്പുണ്ടായി, അതുകൊണ്ടാണ് യേശുവിനെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചത്. Of course, you will see later that Paul was not perfect and God had to stop his early ministry. But whatever he knew, he preached. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം പറഞ്ഞതൊന്നും പലതും ശരിയല്ലായിരുന്നു. ദൈവം അദ്ദേഹത്തെ നിർത്തി, എങ്കിലും ദൈവം അദ്ദേഹത്തോട് കൂടെയിരുന്നു. Church, let me ask you something. ഞാൻ ചോദിക്കട്ടെ, You may know only a little bit about Jesus. Are you preaching it out? നിങ്ങൾക്ക് യേശുവിനെ പറ്റി ഒരു വാക്കേ അറിയത്തുള്ളായിരിക്കും, അത് നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ? If you are preaching it out, that means you are a man, you are a woman of conviction. ഹല്ലേലൂയ. അതെങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പുള്ള ഒരു വ്യക്തിയാണ്. I go to many places to preach, not because I'm a doctorate in preaching. I know who is inside me and who has called me into the ministry. ആമേൻ ആമേൻ. പ്രസംഗത്തിൽ ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ടല്ല അനേക ഇടങ്ങളിൽ കർത്താവ് എന്നെ അയക്കുന്നത്. കാരണം ഒരു കാര്യം എനിക്കറിയാം, എന്നെ വിളിച്ചവൻ എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ധൈര്യമായി പോകുന്നു. I'm standing and preaching here Sunday after Sunday because I know the one who told me I will build my church and the gates of Hades will not prevail against it. ആമേൻ ആമേൻ. ഓരോ ഞായറാഴ്ച ഇവിടെ നിന്ന് ധൈര്യത്തോടെ യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നുള്ള ഉറപ്പ് കൊണ്ടാണ് ചങ്കൂറ്റത്തോടെ യേശുവിനോട് പ്രസംഗിക്കുന്നത്. Hallelujah. ആമേൻ. A man of conviction. Paul was a man of conviction. Immediately began to preach. ഓ, ഉറപ്പ് പ്രാപിച്ച പൗലോസ് പെട്ടെന്ന് പ്രസംഗിക്കാൻ I തുടങ്ങി. have a word for some of you. നിങ്ങൾക്കൊരു വചനം ഞാൻ തരാം. Don't wait to know everything before you preach the word of God. ദൈവവചനം പ്രസംഗത്തിന് മുമ്പ് എല്ലാം അറിയാൻ കാത്തിരിക്കണ്ട. That is a trap of the devil. അത് പിശാചിന്റെ കെണിയാണ്. There are many young people in this church. ഈ സഭയിൽ അനേക There are യൗവനക്കാരുണ്ട്, many powerfully anointed people in the church. അനേക അഭിഷക്തന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. You know something about Jesus. യേശുവിനെ പറ്റി അല്പം നിങ്ങൾക്ക് അറിയാം. I tell you, that is enough. അത് മതി. Go and tell somebody that Jesus is alive. ആരോടെങ്കിലും പോയി പറയാ, യേശു ജീവിക്കുന്നു. I am telling you again. ഞാൻ വീണ്ടും പറയാം, You don't need to get a double doctorate before you preach Jesus. യേശുവിനെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു ഡബിൾ ഡോക്ടറേറ്റ് കിട്ടാൻ കാത്തിരിക്കണ്ട. You need to just know him in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിനെ അറിഞ്ഞാൽ മതി. Because when you preach Jesus, നിങ്ങൾ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ he's there with you. യേശു നിങ്ങളുടെ കൂടെ ഇരിക്കും. If you preach a doctrine, നിങ്ങളൊരു ഡോക്ടറേറ്റ് പ്രസംഗിച്ചാൽ probably you have to have a Bible college degree with you. നിങ്ങൾക്കൊരു ബൈബിൾ കോളേജ് ഡിഗ്രി വേണം. If you preach at something else, മറ്റൊരു കാര്യം you പ്രസംഗിക്കണം, may need somebody to support you. വേറൊരാളുടെ പിന്തുണ വേണം. But if you preach Jesus from your heart, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ യേശുവിനെ if പ്രസംഗിച്ചാൽ, you preach it with conviction, നിങ്ങൾ ഉറപ്പോടെ പ്രസംഗിച്ചാൽ, this morning I tell you, the entire heaven will stand with you. ഞാൻ നിങ്ങളുടെ ഇതുപോൽക്കാലം വിളിച്ചു പറയട്ടെ, സ്വർഗത്തിലെ സകല അധികാരങ്ങളും നിങ്ങളോട് കൂടെ ഇരിക്കും. Gamaliel cannot teach about Jesus. യേശുവിനെ പറ്റി ഗമാലിയലിന് പഠിപ്പിക്കാൻ Paul പറ്റത്തില്ല. was a double doctorate in the school of Gamaliel. ഗമാലിയൽ സ്കൂളിൽ ഇരട്ട ഡോക്ടറേറ്റ് ഉള്ളവനാണ് പൗലോസ്. But that did not help Paul. എന്നാൽ അത് പൗലോസിനെ സഹായിച്ചില്ല. The conviction he had about Jesus made him to preach the word of God effectively. യേശുവിനെ പറ്റി താൻ പ്രാപിച്ച ധൈര്യവും ഉറപ്പും യേശുവിനെ പ്രസംഗിക്കുവാൻ സഹായിച്ചു. He was a man of conviction അദ്ദേഹം ഉറപ്പുള്ളവനാണ്. and he was a man of action. അവൻ അല്ല പ്രവർത്തിക്കുന്നവനാണ്. He went out preaching the word of God. പ്രസംഗിക്കാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. The third thing we see about Paul, മൂന്നാമത്തെ കാര്യം, Acts 9:22, 2 verse later. ആമേൻ. രണ്ട് വാക്യം കഴിഞ്ഞ് അപ്പോസ്തലപ്രവൃത്തി 9:22. It says, but Paul increased the more in strength and confounded the Jews which dwelt at Damascus, proving this is Christ. ആമേൻ ആമേൻ. ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ ദൈവകൃപയിൽ ശക്തിപ്പെട്ട് ദമസ്കോസിൽ താമസിച്ചിരുന്ന യഹൂദന്മാരെ യേശുവാണ് ക്രിസ്തു എന്ന് അവരോട് വാദിച്ചു ഉറപ്പിച്ചു. In verse 20 we see Paul preaching with conviction. ആമേൻ. 20ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് താൻ ഉറപ്പോടെ യേശുവിനെ But when പ്രസംഗിക്കുന്നു. you preach with conviction, there will be opposition.
ആമേൻ. നിങ്ങൾ ഉറപ്പോടെ ധൈര്യത്തോടെ പ്രസംഗിക്കുമ്പോൾ പ്രതികൂലം ഉണ്ടാകും. Here is Paul preaching to the Jewish people. ഇപ്പോൾ യഹൂദന്മാരുടെ പൗലോസ് പ്രസംഗിക്കുക. He was preaching the Jewish people about Jesus, that Jesus is the Son of God. യേശുവാണ് ദൈവപുത്രൻ എന്ന് ഈ യഹൂദന്മാരുടെ പൗലോസ് പറയുക. They took stones. അവർ കല്ലെടുത്തു. You say that Jesus is equal to God? ഓ, നീ പറയുന്നത് എന്തുവാ? യേശു ദൈവത്തിന് തുല്യനാണോ? That is blasphemy. അത് ദൈവദൂഷണമാ. And we are going to kill you, Paul. ഞങ്ങൾ നിന്നെ കൊല്ലാൻ പോവാ. Paul did not stop. പൗലോസ് നിർത്തിയില്ല. He became stronger. അദ്ദേഹം ശക്തനായി. You're going to kill me? നീ എന്നെ കൊല്ലാൻ Then I'll പോവാ. preach 2 more messages. ഞാൻ 2 സന്ദേശം കൂടെ That പ്രസംഗിക്കും. is the kind of strength Paul grew up in. ആ ഒരു ശക്തിയില ദൈവം അദ്ദേഹത്തെ വളർത്തി. I want you to know the church of the Lord Jesus Christ and every believer will grow when there is persecution and opposition. ഞാൻ നിങ്ങളെ വിളിച്ചു പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയും ദൈവത്തിന്റെ മക്കളും പ്രതികൂലത്തിന്റെ നടുവിലാണ് അധികം ശക്തി പ്രാപിക്കുന്നത്. This is a test to know if you truly are born again or not. നിങ്ങൾ വീണ്ടും ജനിച്ചാണോ അല്ലയോ നിങ്ങൾ തിരിച്ചറിയാം. When the going gets tough, born again people will become tougher. ആമേൻ, ആമേൻ, ആമേൻ. പ്രതികൂലം കഠിനമാകുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച വിശ്വാസികൾ അധികം If കഠിനമുള്ളവരാകും. there is an opposition for you to come and worship, a child of God will overcome that problem and keep coming for worship. ആമേൻ. ആരാധനയ്ക്ക് ഒരു തടസ്സമുണ്ടാകുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവവൈതൽ ആ പ്രതികൂലത്തിന്റെ മതിൽ ചാടിക്കടന്ന് ആരാധനയ്ക്ക് കടന്നു വരും. If one university does not accept you, you will pray and make sure 3 or 4 universities will come after you. ആമേൻ. ഒരു യൂണിവേഴ്സിറ്റി നിന്നെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് 3-4 യൂണിവേഴ്സിറ്റി ദൈവം തരുന്ന കൃപയാൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരും. Our Christianity, our brand of Christianity is something that grows in the midst of persecution. ആമേൻ. പ്രതികൂലത്തിന്റെ നടുവിൽ തീയിൽ കുരുക്കുന്നതാണ് യേശുവിന്റെ നാമത്തിലുള്ള പ്രസ്ഥാനം. Hallelujah. ആമേൻ. Hallelujah. ആമേൻ. How many sleeping people are there? Lift എത്ര your hands and ഉറങ്ങുന്നവരുടെ ഉണ്ട്? praise. Hallelujah. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. Praise God. I hope I didn't see anything. Let's go to the next character of Paul. പൗലോസിന്റെ അടുത്ത കാര്യത്തിലേക്ക് പോകാം. Acts 9:31. അപ്പോസ്തലപ്രവൃത്തി ഹല്ലേലൂയ 9:31. Now this is a little controversial. ഇവിടെ നമുക്ക് ആശയപ്പെടുത്തും പോലെ You have to തോന്നും. listen with a little more attention. കൂടുതൽ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണമേ. Acts 9:31. അപ്പോസ്തലപ്രവൃത്തി 9:31. And now this, when you read it, please read it in the right light. ശരിയായ വെളിച്ചത്തിൽ വായിക്കണം. Then had the churches rest throughout all Judea and Galilee and Samaria, and were edified and walking in the fear of the Lord and in the comfort of the Holy Ghost. The churches were multiplied. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഈ യൂദയായിലും ഗലീലയിലും സമരിയയിലും ഉണ്ടായിരുന്ന സഭകൾക്ക് ഒരു സ്വസ്ഥതയുണ്ടായി, അവർക്ക് ആത്മീയവർദ്ധനമുണ്ടായി, അവർ ദൈവഭയത്തിൽ നടന്നു, അവർ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആശ്വാസം അനുഭവിക്കാൻ ഇടയായി തീർന്നു. സഭകൾ എണ്ണത്തിൽ വർദ്ധിച്ച് പെരുകി. But do you know when? എപ്പോഴാണ് ഉണ്ടായത്? Listen to me. ശ്രദ്ധിക്കുക. When they silenced Paul for a period of time. അല്പസമയത്തേക്ക് പൗലോസിന്റെ വായ അടച്ചപ്പോൾ. ഹല്ലേലൂയ. Yes. പ്രൈസ് ദി ലോർഡ്. Now you and I know only of a great mighty Paul. നമുക്ക് ശക്തനായ ഒരു പൗലോസിനെ പറ്റി We നമുക്കറിയത്തുള്ളൂ. don't know of a troublemaking Paul. ഹല്ലേലൂയ. കുഴപ്പമുണ്ടാക്കുന്ന പൗലോസിനെ നമുക്കറിയത്തില്ല. Listen to me carefully. ശ്രദ്ധിക്കണം. If you read the verse before that, verse 30, അതിനു മുമ്പുള്ള 30-ാമത്തെ വാക്യം വായിച്ചാൽ you will see something amazing here. ഇവിടെ നമുക്ക് പ്രത്യേക ഒരു കാര്യം കാണാം. Go to 29 also. Verse 29. Those of you have Bibles, please. Yeah. Then Did you read that? What did you understand? നിങ്ങൾക്ക് അവിടെ എന്ത് മനസ്സിലായി? When Paul was kept quiet, പൗലോസിനെ നിശബ്ദനാക്കിയപ്പോൾ there was peace in the church. സഭയിൽ സ്വസ്ഥത വന്നു. പ്രൈസ് ദി ലോർഡ്. Did you hear what I said? പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. Some of you didn't understand. നിങ്ങൾ ചിലർക്ക് മനസ്സിലായില്ല. Paul is a mighty apostle. അദ്ദേഹം ശക്തനായ അപ്പോസ്തലനാണ്. There is a prophecy about Paul. പൗലോസിനെ പറ്റി വലിയ That പ്രവചനമുണ്ട്. he's going to be a powerful vessel. അദ്ദേഹം വലിയ മാനപാത്രമാകും. But here you see, the minute the brothers silenced Paul and said, please keep quiet, Saul, go back to Tarsus. Paul is from Tarsus. We will take you back to your home. After he was taken back to Tarsus,
there was peace in the church. ആമേൻ. ഹല്ലേലൂയ. അല്പസമയത്തേക്ക് ദൈവം പൗലോസിന് റെസ്റ്റ് കൊടുത്ത് അദ്ദേഹത്തിന് സ്വന്തം സ്ഥലമായ തർസോസിലേക്ക് സഹോദരന്മാർ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് വലിയ സ്വസ്ഥതയുണ്ട്. One thing I like about the Bible, it is very honest. It says things as it is. ആമേൻ, ആമേൻ. ദൈവവചനത്തെ പറ്റി എനിക്കുള്ള ഇഷ്ടം ഇതാണ്. സത്യം സത്യമായിട്ട് ഇത് പറയും, ആരുടെ പക്ഷം പറയത്തില്ല. Yeah, if David made a mistake, the mistake is mistake. ആമേൻ. ദാവീദ് പാപം ചെയ്തെങ്കിൽ പാപമാ. If Pastor Shiju made a mistake, it is a mistake. ഷിജുവിന് അബദ്ധം പറ്റിയ അബദ്ധം The Holy തന്നെയാ. Spirit does not side with anybody like that. പരിശുദ്ധാത്മാവ് ആർക്കും കൂടെ നിൽക്കത്തില്ല. Hallelujah. ഹല്ലേലൂയ. The Holy Spirit also said about David, the Holy Spirit also stand with Paul at the later days of their life. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദാവീദിനോട് പറ്റി പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതുപോലെ പൗലോസിനെ പോലെ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് കൂടെ Here നിന്നു. the Holy Spirit is writing down and saying, after Paul was silenced or taken back to Tarsus, the church was growing. There was peace. There was happiness. What is happening? ആമേൻ. ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, പൗലോസിനെ നിശബ്ദനാക്കി തർസോസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം സഭകൾക്ക് സ്വസ്ഥതയുണ്ടായി, ആത്മീയവർദ്ധനമുണ്ടായി, അവർ എണ്ണത്തിൽ പെരുകി. You know what happened? എന്താ നടന്നതെന്ന് Now you അറിയാം. need to listen to me carefully to understand ഇത് this. ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. Paul was very sincere. പൗലോസ് വളരെ ആത്മാർത്ഥമുള്ളവനാണ്. He loved Jesus. He was baptized in the Holy Spirit. പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാണ് യേശുവിനെ But സ്നേഹിക്കുന്നത്. the methods he adopted to preach the gospel was not accepted by God. ഹല്ലേലൂയ. എന്നാൽ അദ്ദേഹം സുവിശേഷീകരണത്തിനായിട്ട് അവലംബിക്കുന്ന രീതി ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. First, he fought with the Jews. ഒന്നാമത് യഹൂദന്മാരുമായിട്ട് തർക്കിച്ചു. Then now he's fighting with the Grecian people, the Greek people. ഇപ്പോൾ ഹല്ലേലൂയ അത് ഗ്രീക്കുകാരുമായിട്ട് വഴക്കുണ്ടാക്കി, യവനക്കാർ. Fighting and quarreling to preach the word of God is not acceptable in the kingdom of God. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വാദിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത് ദൈവവചനം പ്രചരിപ്പിക്കുന്ന ദൈവത്തിന്റെ വഴിയല്ല. Just imagine what all Paul would have been fighting with them. ആമേൻ. ചിന്തിക്കുക, പൗലോസ് എന്തിനൊക്കെ കുറിച്ച് അവരോട് വാദിക്കുന്നത്. Imagine he was fighting with the Jewish people. യഹൂദന്മാരോട് വാദിക്കുക. Do you know who I am? നിങ്ങൾക്കറിയാം ഞാൻ ആരാ? I am a Pharisee. ഞാനൊരു പരീശനാ. I was under the feet of Gamaliel. ഞാൻ ഗമാലിന്റെ കീഴിൽ നിന്ന് I പഠിച്ചവനാ. had a vision, I say. എനിക്കൊരു ദർശനമുണ്ടായി. You fools don't have any vision. നിങ്ങൾക്ക് വിഷനില്ല. What can I do about it? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? I saw God on the way to Damascus. ഞാൻ ദമസ്കസിലുള്ള യാത്ര You ചെയ്തു. better believe that Jesus is the Lord. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, യേശുവാണ് Probably this ദൈവം. was the way he preached. ഇങ്ങനെയായിരിക്കും അദ്ദേഹം പ്രസംഗിച്ചത്. See, when he preached, the Jewish people were angry. അങ്ങനെ പ്രസംഗിച്ചപ്പോൾ അവർക്ക് ദേഷ്യം തോന്നി. If a person has to get angry, I'm sure Paul would have mentioned some personal things also. ആമേൻ. ഒരു മനുഷ്യൻ കോപിക്കണമെങ്കിൽ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെട്ട് കാണും. Maybe the Jewish people who were listening, Paul would have said like this. യഹൂദന്മാർ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു കാണും, My father, he's from the tribe of Benjamin. നിങ്ങൾക്കറിയാമോ എന്റെ അപ്പൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. We don't even know where you came from. നിങ്ങൾ എവിടുന്ന് വന്നെന്ന് പോലും എനിക്കറിയത്തില്ല. And God gave me the vision. എനിക്ക് ആ ദർശനം ദൈവം തന്നെ. All his self-centeredness and all his self-strength, everything was there when he was preaching the first word. I believe that. ആമേൻ. തന്റെ സ്വന്തമായിട്ടുള്ള ശക്തിയും സ്വയനീതിയും എല്ലാം അദ്ദേഹം പ്രസംഗിച്ചു കാണും. Paul did not know that. ഒന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. There are areas in our personality which we are blind to. ആമേൻ. നമ്മുടെ വ്യക്തിത്വത്തിൽ നമുക്ക് കുരുടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. God is so good, he stands with us just like he stands with Paul. പൗലോസിനോട് കൂടെ ദൈവം നിന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ നിൽക്കുക. Sometimes we can be so much on fire for Jesus for the wrong reasons. ആമേൻ. തെറ്റായ കാരണങ്ങൾക്ക് നമുക്ക് കർത്താവിന് വേണ്ടി തീയിൽ നിൽക്കാൻ പറ്റും. Hallelujah. Hallelujah. But in Paul's life, God was faithful. എന്നാൽ പൗലോസിന്റെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. God said, Paul, please keep quiet. I'll use you. Please keep quiet. ആമേൻ. ദൈവം പറഞ്ഞു, പൗലോസ് ഞാൻ നിന്നെ ഉപയോഗിക്കാം, ഇച്ചിരി മിണ്ടായിരുന്നേ. Paul did not answer. This is my imagination. Paul did not obey God in the first time. ആമേൻ. ഞാൻ ചിന്തിക്കുന്നു ആദ്യം പൗലോസ് അനുസരിച്ച് കാണത്തില്ല. He went to the Greek people. അതേ യവനക്കാരുടെ അടുക്ക Now, പോയി. Paul's father is a Greek. Yes. His Hallelujah. mother is a Greek. Paul's dad is a Greek. Okay, yeah, Paul's dad is a Greek. Yes. പൗലോസിന്റെ പിതാവ് യവനായനായിരിക്കാം. Now he's talking to the Greek people. ഇപ്പോൾ അദ്ദേഹം യവനക്കാരോട് സംസാരിക്കും. There also you see the fruit of his ministry. ഇവിടെ അദ്ദേഹം ശുശ്രൂഷയുടെ ഫലം കണ്ടോ? The fruit of his ministry is fighting. ഹല്ലേലൂയ. അതിന്റെ ഫലം വഴക്ക. After he goes and preaches to the Greek people, അല്ലേ, ഗ്രീക്ക് ആളുകളോട് സംസാരിച്ച ശേഷം they also want to kill him. അവരും അദ്ദേഹത്തെ കൊല്ലാൻ I said, ശ്രമിക്കുക. what kind of ministry is this? ഇതെന്തൊരു ശുശ്രൂഷയാ? Do you know the spirit of Jesus Christ always brings life? ആമേൻ. നിങ്ങൾക്കറിയാമോ യേശുവിന്റെ ആത്മാവ് എപ്പോഴും ജീവൻ കൊണ്ടുവരും. Not killing and fighting and all that. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കൊല്ലുകയും യുദ്ധം ചെയ്യുകയുമല്ല. In other words, Paul was not ready for the gospel. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സുവിശേഷം അറിയിക്കുവാൻ തക്കോണം പൗലോസ് ഒരുക്കപ്പെട്ടു. So what did God do? ദൈവം എന്ത് ചെയ്തു? God got all the rest of the brothers in the church. മറ്റുള്ള സഹോദരന്മാരെല്ലാം ദൈവം ഒന്നിച്ചു കൂട്ടി. They said, Brother Paul, you know what? We love you. We know that you mean the best. You're a very sincere guy, but you need to go back to Tarsus. പൗലോസ് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി, നീ വളരെ ആത്മാർത്ഥതയുള്ളവനാണ്, പക്ഷെ അല്പസമയത്തേക്ക് തർസോസിലേക്ക് മടങ്ങി പോകണം. Hallelujah. Praise the Lord. People of God, I want you to know a secret in that. അതിലൊരു രഹസ്യം നിങ്ങൾ God മനസ്സിലാക്കണം. wants to use every one of us. നമ്മളെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ ദൈവത്തിന് ആഗ്രഹമാണ്. There is a time when we have to rest at his feet.
feet. എന്നാൽ അവന്റെ പാദപീഠത്തിൽ നമ്മൾ വിശ്രമിക്കേണ്ട സമയമുണ്ട്. I have learned that even after being a preacher, I have learned many times that I need to be at rest. ആമേൻ. ഞാൻ പ്രസംഗനായി തീർന്ന ശേഷവും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പലപ്പോഴും സ്വസ്ഥനായിരിക്കണം. If you are not at rest, you will bring unrest to other people also. നമ്മൾക്ക് സ്വസ്ഥയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊണ്ടുവരത്തില്ല. People of God. മനസ്സിലാവുന്നു? God had a plan for Paul. പൗലോസിന് വേണ്ടി ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. And the way God was using Paul was not all the time he was preaching. He had to go back to Tarsus. ആമേൻ. ദൈവം പ്രത്യേകമായി പൗലോസിന് വേണ്ടി ഉപയോഗിച്ച് അദ്ദേഹത്തെ തർസൂസിലേക്ക് മടക്കി. Now you see the hand of God in Paul. Are you with me, people of God? ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടല്ലോ? Please bear with us. We have I love children. There are so many children, and we love mothers. So let your focus be there. Everything is fine. Look into the next part of Paul's life. പൗലോസിന്റെ ജീവിതത്തിന്റെ അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. Acts 11:25 to 26. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 11:25-26. Acts 11:25 to 26. We'll read that in English and Malayalam. We will not be in a hurry. അത് ഇംഗ്ലീഷ് മലയാളം നമുക്ക് വായിക്കാം. Then departed Barnabas to Tarsus for to seek Saul, and when he had found him, he brought him unto Antioch. And it came to pass that a whole year they assembled themselves with the church and taught much people. And the disciples were called Christians first in Antioch. Read it in Malayalam also. Somebody. Whoever got it, please. We know. Okay. Praise the Lord. If you were to club these two verses together, ഈ രണ്ട് വാക്കുകളെ ഒന്നിച്ചു ചേർത്താൽ part number 1, Paul is silenced and put in Tarsus. ഒന്നാമത്തെ ഭാഗത്തിൽ പൗലോസിനെ ശാന്തനാക്കി തർസോസിലാക്കി. Part number 2, രണ്ടാം ഭാഗം God sends Barnabas to look for him. ബർന്നബാസിനെ അയച്ച് ദൈവം ഈ പൗലോസിനെ തിരയുക. Now listen to the word found him. Look at this. കണ്ടുപിടിച്ചു എന്നുള്ള വാക്ക് അവിടെ ഉണ്ട്, ശ്രദ്ധിച്ചേ. When they had found him. പൗലോസിനെ കണ്ടെത്തിയപ്പോൾ. I say, why was it difficult to find, look for? Why was it needed to look for Paul in Tarsus? പൗലോസിനെ തർസോസിൽ നോക്കേണ്ടി വന്ന ആവശ്യം എന്താ? You and I would think that Paul was a very famous person. നമ്മൾ ചിന്തിക്കുന്നു പൗലോസ് പ്രസിദ്ധനാണ്. But I want you to know something. ഒരു കാര്യം When he അറിയണം. went back to Tarsus, തർസോസിൽ പോയപ്പോൾ God kept this man's soul under his wings. ആമേൻ. പൗലോസിനെ തന്റെ ചിറകടിയിൽ കർത്താവ് മറച്ചു. And in those days, ആ ദിവസങ്ങളിൽ there was a powerful impartation that is going upon and changing this man called Saul into the Paul we know now. ആമേൻ ആമേൻ. ഈ ശാന്തനായിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന്റെ വലിയൊരു ആത്മ പകർച്ച ഈ പൗലോസിന്റെ മേൽ അയച്ചിട്ട് ഈ പൗലോസിനെ നമ്മൾ ഇപ്പോൾ കാണുന്ന പൗലോസാക്കി കർത്താവ് പരിശുദ്ധാത്മ മാറ്റി. Child of God, let me tell you something. ഞാൻ പറയട്ടെ, It's a testimony and a lesson from my life also. എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. You may be ready to go for Jesus. നമ്മൾ യേശുവിന് വേണ്ടി പോകാൻ But ഒരുക്കമായിരിക്കാം. if God shuts the door sometimes, എന്നാൽ ദൈവം നിങ്ങൾക്ക് വാതിൽ അടച്ചാൽ it is for a better anointing and a better life to come. ആമേൻ ആമേൻ. വരാൻ പോകുന്ന അധികം അഭിഷേകത്തിനും അധിക ശ്രേഷ്ഠമായ ശുശ്രൂഷയ്ക്കും ജീവിതത്തിനും വേണ്ടിയാണ്. And I love this man Paul. You know why? പൗലോസിനെ ഞാൻ സ്നേഹിക്കുന്നു. He എന്തുകൊണ്ടാണെന്ന് did അറിയാമോ? not immediately start backbiting against the church and backbiting against Peter and said, those Christians, this is the way they show love. He didn't say anything like that. He was back at his home. He was waiting in the presence of the Lord. And at the right time, God began to send Barnabas to pick him up. ആമേൻ ആമേൻ. തന്റെ ഭവനത്തിൽ അദ്ദേഹം ശാന്തമായിരുന്നു, കാത്തിരിക്കുന്നു, ദൈവശക്തിക്കായി കാത്തിരിക്കുന്നു, അത് പ്രാപിക്കുന്നു. മറ്റ് സഹോദരന്മാരെ പറ്റി കുറ്റം പറഞ്ഞില്ല, അവരെന്നെ തള്ളിക്കളഞ്ഞെന്നോ ഒരു പരദൂഷണം പറയാതെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. സമയമായപ്പോൾ ദൈവം തന്റെ ദൂതനായ ആ ബർന്നബാസിനെ അയച്ച് അവനെ പൊക്കിക്കൊണ്ടുവരിക. Paul did not find fault with Peter. പത്രോസിൽ അദ്ദേഹം കുറ്റം He കണ്ടുപിടിച്ചില്ല. did not give me opportunity to share the word of God. ദൈവവചനം പറയാൻ പത്രോസ് എനിക്ക് അവസരം തന്നില്ല. This Peter doesn't have any revelation. ഓയ് പത്രോസിന് ഒരു വെളിപ്പാടില്ല. Paul was not a man like that. He was an honorable man. വളരെ ബഹുമാന്യനാണ് ഈ പൗലോസ്. He knew if God has closed the door, nobody can open it. അദ്ദേഹത്തിന് അറിയാം ദൈവം വാതിലടച്ച് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. I want to speak to the children of this church, the young people of this church. All of you listen. ആമേൻ. ഈ സഭയിലെ കുഞ്ഞുങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ. Our heart's desire is that you all become doubly anointed than we are right now. Parents, do you agree with me? ആമേൻ ആമേൻ. ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം ഞങ്ങളായിരിക്കുന്നതിനേക്കാൾ ഇരട്ടിയോ അതിലധികമോ അഭിഷേകമുള്ളവരായിരിക്കണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം മാതാപിതാക്കൾ യോജിക്കുന്നല്ലോ. But remember, എന്നാൽ ഓർക്കുക, sometimes it will look as though you are not wanted. Maybe you will think that you are neglected. Maybe you will think that the pastor is pushing you down. All these things God will allow in your life. Remember, He is breaking you and He is making you. ആമേൻ ആമേൻ. എന്നാൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാൻ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല, ഞാൻ വളരെ ഒതുക്കപ്പെട്ടു, പാസ്റ്റർ എന്നെ പുഷ് ചെയ്യുകയാണ്. ഇങ്ങനെ പല രീതിയിലുള്ള പരാതികൾ നമുക്ക് ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ ദൈവം നമ്മളെ തനിക്ക് മാനപാത്രമായി വിശാലതയുള്ള പാത്രമാക്കി ട്രെയിൻ ചെയ്തെടുക്കുകയാണെന്ന് മറക്കരുത്. Hallelujah. Hallelujah. Paul, the great Paul, has also gone through situations like that. ഓ ഈ മഹാനായ അപ്പോസ്തലനായ പൗലോസ് ഇതുപോലെ സാഹചര്യത്തിൽ കൂടി പോകേണ്ടി വന്നു.
I want to tell you something. Listen. സ്തോത്രം സ്തോത്രം ശ്രദ്ധിക്കണമേ. If you see a man of God or a woman of God powerfully anointed serving the Lord somewhere, remember there have been shut doors in their life at some point of time. ഓ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ ദാസനോ ദൈവത്തിന്റെ ദാസിയോ ശക്തമായി പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്ന നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവരുടെ ജീവിതത്തിൽ ഇരുണ്ട അധ്യായങ്ങളുണ്ട്. കർത്താവ് അവരെ ഒതുക്കി താഴ്മ പഠിപ്പിച്ച അനേക കാലഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. At the right time, എന്നാൽ തക്ക സമയത്ത് He will send you a Barnabas. ഒരു ബർന്നബാസ് നിങ്ങൾക്കായി ദൈവം അയക്കും. At the right time, He will lift you up. ആ തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. I want to ask the church a question. സഭയോട് ചോദിക്കുക, Do you want somebody to lift you up, or do you want the King of Kings and Lord of Lords to lift you up? ഓ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു മനുഷ്യൻ നിങ്ങളെ ഉയർത്തണമോ, രാജാതിരാജാവും കർത്താതികർത്താവായ നമ്മുടെ നാഥനായ യേശു നിങ്ങളെ ഉയർത്തണമോ? I want Jesus to lift me up and you up. ഹല്ലേലൂയ. എന്റെ ആഗ്രഹം എന്നെ നിങ്ങളെ യേശു മാത്രം ഉയർത്തിയാൽ മതി. If people lift you up, they will pull you down. ആളുകൾ നിങ്ങളെ ഉയർത്തിയാൽ അവർ നിങ്ങളെ തെള്ളിയിടും. But if God lifts you up, എന്നാൽ ദൈവം നിങ്ങളെ ഉയർത്തിയാൽ nobody can push you down. ആർക്കും നിങ്ങളെ തെള്ളിയിടാൻ പറ്റത്തില്ല. Hallelujah. ആമേൻ. This is my testimony in the last so many years. അനേക വർഷത്തെ എന്റെ സാക്ഷ്യമാണ്. Because God keeps me, I stand. എന്റെ ദൈവം നിർത്തുന്നതുകൊണ്ട് ഞാൻ നിൽക്കുന്നു. So the lesson we learned from Paul's life, പൗലോസിന്റെ ജീവിതം നമ്മൾ പഠിക്കുന്ന പാഠം, when the church had put him away, ഹല്ലേലൂയ, സഭ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ, when the church had silenced him, സഭ അദ്ദേഹത്തെ നിശബ്ദനാക്കിയപ്പോൾ, he was silenced or pushed down into the very hand of God. അദ്ദേഹം ഹല്ലേലൂയ ശാന്തനായി ഹല്ലേലൂയ താഴ്ന്ന കർത്താവിന്റെ കരങ്ങളിലേക്ക് വീണു. And there in the hand of God, ദൈവത്തിന്റെ ആ കരങ്ങളിൽ God began to shape Saul into Paul. ഓ ഹല്ലേലൂയ, ദൈവം ആ ശൗലോസിനെ പൗലോസായി മെനഞ്ഞു. Shauline Paulosaki, it's the same, the word is the same. Amen. Praise the Lord. Let me tell you something which is coming to my mind. എന്റെ മനസ്സിൽ വരുന്ന ചിന്ത പറയട്ടെ. Listen to this carefully. വളരെ ശ്രദ്ധിക്കുക. Do you know നിങ്ങൾക്കറിയാമോ, the most precious stones in the world, ലോകത്തിലെ ഏറ്റവും വിലയേറിയ കല്ലുകൾ they are formed in the depth of the earth? ഹല്ലേലൂയ ഹല്ലേലൂയ Of the earth. ഹല്ലേലൂയ, അത് ഭൂമിയിലെ, Gold, ആമേൻ, diamonds, these are all nothing but charcoal which has been subject to heavy pressure inside the earth for many years. Finally they come out not as charcoal, but they come out as precious gold and precious stones. ആമേൻ ആമേൻ. വെറും സാധാരണ കരി ഉന്നത മർദ്ദത്തിൽ അവരെ ആ മർദ്ദം അനുഭവിച്ച് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ അനേക നാളുകൾ കിടന്ന് അത് ആ കഠിന ശോധനയിൽ കൂടി കടന്നുപോയി പ്രഷർ അനുഭവിച്ചാണ് വിലയേറിയ രത്നങ്ങളായി രൂപാന്തരപ്പെടുന്നത്. The same thing about some precious stones under the seabed. അതുപോലെ തന്നെയാണ് കടലിനുള്ളിലുള്ളതായിട്ടുള്ള വിലയേറിയ കല്ലുകൾ, മുത്തുകൾ. The pressure is very high. അവിടെയും ഹല്ലേലൂയ സമ്മർദ്ദം വളരെയാണ്. Ordinary things സാധാരണ കാര്യങ്ങൾ come out as pearls. ഓ മനോഹരമായ മുത്തുകളായി കടന്നു Are you വരിക. in some pressure? നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തുന്നുണ്ടോ? Is there a closed door behind you? നിങ്ങളുടെ പിന്നിൽ ഒരു അടഞ്ഞ ഡോർ ഉണ്ടോ? Rejoice and be exceedingly glad. ഹല്ലേലൂയ, സന്തോഷിച്ച് തുള്ളി ചാടുക. God is shaping you. ദൈവം നിങ്ങളെ മെനയുകയാണ്. Oh, I want to tell something to people who are working. ഹല്ലേലൂയ, ജോലി ചെയ്യുന്നവരോട് പറയട്ടെ. There was a time when I knew that God was calling me into the ministry. എനിക്കറിയാം ഒരു സമയത്ത് കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വിളിക്കുക. But God did not call me into full-time ministry then. അന്ന് അപ്പോൾ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്കല്ല വിളിച്ചത്. I was ready to go. ഞാൻ പോകാൻ എനിക്ക് ഒരുക്കമാ. God would not release me. ദൈവം എന്നെ വിട്ടില്ല. God said, wait for some more time. ദൈവം പറഞ്ഞു നിൽക്ക്. I said, Lord, I am ready to go. ഞാൻ എനിക്ക് ഇപ്പോഴേ പോകണം. God said, no, wait. ദൈവം പറഞ്ഞില്ല. There was a fight. പിന്നെ I വഴക്കുണ്ടായി. said, Lord, let me go. ഞാൻ പറഞ്ഞു എനിക്ക് I പോകണം, can preach. എനിക്ക് I പ്രസംഗിക്കാം, can teach. എനിക്ക് പഠിപ്പിക്കാം. God said, no. ഞാൻ പറഞ്ഞു You ആയിട്ടില്ല, still have to work. ഇപ്പോഴും നിനക്ക് പണി You ജോലി ചെയ്ത് still പറ്റും. have to submit to your boss. ഇനി നിന്റെ യജമാനന് കീഴ്പ്പെടണം. You still have to do that business. ഇനിയും ബിസിനസ് ചെയ്യണം. A little more time. അല്പം കൂടെ, And a little more time. അല്പം കൂടെ. During those times of pressure, എന്നാൽ ആ സമ്മർദ്ദത്തിന്റെ നടുവിൽ my heavenly Father was pouring out something into me. ഓ എന്റെ സ്വർഗീയ പിതാവ് ചിലത് എന്റെ മേൽ പകർന്നു. I want to tell you, are you going through some pressures of life? ഓ എന്റെ ദൈവമക്കളെ, നിങ്ങൾ സമ്മർദ്ദത്തിൽ കൂടി കടന്നു പോവുകയാണോ? Maybe you don't feel that full freedom. ഓ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ലായിരിക്കാം. Remember, He is imparting Himself into you. ഓർക്കുക, തന്നെ ദൈവം നിങ്ങളിലേക്ക് പകരുകയാ. And He is going to make something out of you. നിങ്ങളിൽ നിന്ന് ചില വിലയേറിയവ പുറത്തു കൊണ്ടുവരുക. And now if you quickly look into this verse, you will see how God had begun to change Saul into Paul. ഹല്ലേലൂയ. എങ്ങനെയാണ് സൗലിനെ കർത്താവ് പൗലോസാക്കി നമുക്ക് Now you നോക്കാം. look at this. ശ്രദ്ധിക്കുക. It came to pass that a whole year, Paul and Barnabas assembled themselves with the church, and now you see what happening. Paul and Barnabas taught much people. ഇവിടെ നോക്കുക, ഒരു വർഷം മുഴുവൻ പൗലോസും ബർന്നബാസും ഒന്നിച്ചു കൂടി അവരെ സഭയിൽ പഠിപ്പിച്ചു. പൗലോസ്, who was silenced by the church. സഭ നിശബ്ദനാക്കിയ പൗലോസ്. Hello. ഹല്ലേലൂയ.
After a year, or probably after 6 months, 6 മാസം 1 വർഷം കഴിഞ്ഞപ്പോൾ he's in a position of authority. ഇപ്പോൾ അദ്ദേഹം അധികാര സ്ഥാനത്താണ്. Are you with me, people? Praise the Lord. If God touches you, ദൈവം നിങ്ങളെ തൊട്ടാൽ you are not going back to the old place. പഴയ സ്ഥലത്തേക്ക് പോവുകയല്ല. You are not going to be an ordinary believer. സാധാരണ വിശ്വാസി ആയിരിക്കുകയല്ല. You are going to be raised up as a man of authority. ഓ അധികാരമുള്ളവനായി നിങ്ങൾ എഴുന്നേൽക്കും. Are you with me, people? There's so much of distraction today. Listen to me. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം If you സ്തോത്രം. allow yourselves to go through the pressures what God allows in your life, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സമ്മർദ്ദങ്ങളിലൂടെ പോകുവാൻ നിങ്ങൾ അനുവദിച്ചാൽ you will definitely see God lifting you up. നിങ്ങളെ ഉയർത്തുന്ന നിശ്ചയമായി നിങ്ങൾ കാണും. Are you with me, people? Praise the Lord. Paul is what Paul is today, not because he had a doctorate under Gamaliel, not because he was able to speak, but because he allowed God to touch him, change him, and shape him. ആമേൻ. നമ്മളിത് കാണുന്ന പൗലോസ് അങ്ങനെ പൗലോസ് ആയത് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ഡബിൾ ഡോക്ടറേറ്റ് കിട്ടിയത് കൊണ്ടല്ല, തൻ്റെ വാഗ്വൈഭവം കൊണ്ടും അല്ല. ദൈവം തമ്പുരാൻ തൻ്റെ മേൽ പകർന്ന കൃപ പ്രാപിക്കുവാൻ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ്. Church, this morning I want to ask you, ഹല്ലേലൂയ. സഭയോട് ഞാൻ ചോദിക്കട്ടെ, how many of you want to be a vessel who can be used by God? ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പാനപാത്രമാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? I have done many jobs in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. Even if I were to go hungry, എനിക്ക് വിശന്നാൽ പോലും I will never leave the ministry of the Lord. കർത്താവിന്റെ ശുശ്രൂഷ ഉപേക്ഷിക്കത്തില്ല. There is no master like Jesus. യേശുവിനെ പോലെ മറ്റൊരു യജമാനനുമില്ല. He is so tender and so good. അവൻ വളരെ മാർദ്ദവമുള്ളവനാണ്, നല്ലവനാണ്. But if you want to represent him, അവനെ നിങ്ങൾ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്നു, then every word of you should bring healing and life. Yes, നിങ്ങളുടെ ഓരോ വാക്കുകളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സൗഖ്യവും ജീവനും കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. you must give yourself into his hands. തന്റെ കയ്യിലേക്ക് നമ്മളെ കൊടുക്കണം. You know, the early years of your ministry നമ്മുടെ ശുശ്രൂഷ ആരംഭ വർഷങ്ങൾ can be fruitful. ഹല്ലേലൂയ, അത് ഫലപ്രദമായിരിക്കാം. You may think that you're doing something for Jesus. നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് നിങ്ങൾ But ചിന്തിക്കുക. Jesus says, my child, let me touch you one more time. എന്നാ യേശു പറയാം, മോനെ എനിക്ക് നിന്നെ തൊടാനുണ്ട്. I had that touch. എനിക്ക് ആ സ്പർശനം കിട്ടിയിട്ടുണ്ട്. Oh yes, ഹല്ലേലൂയ. in that touch, ആ സ്പർശനത്തിൽ Jesus has told me, യേശു എന്നോട് പറഞ്ഞു, my son, you cannot serve me with all that is yours. ഹല്ലേലൂയ, മോനെ നിന്റെ എല്ലാം കൊണ്ട് നിനക്ക് എന്നെ ശുശ്രൂഷിക്കാൻ പറ്റത്തില്ല. I love your enthusiasm. നിന്റെ ഉത്സാഹം എനിക്ക് I ഇഷ്ടമാണ്. love your straightforwardness. നിന്റെ നിഷ്കളങ്കത എനിക്ക് ഇഷ്ടമാണ്. I love your innocence. നിന്റെ നിഷ്കളങ്കത എനിക്ക് ഇഷ്ടമാണ്. That is not enough. അത് മാത്രം പോരാ. Because I'm going to send you into wolves. ഹല്ലേലൂയ, കാരണം ഞാൻ നിന്നെ അയക്കാൻ പോകുന്നത് ചെന്നായ്ക്കളുടെ നടുവിലാ. You need to have wisdom, my son. നിനക്ക് ജ്ഞാനം വേണം. And you need to take me with you. അവിടെ നിങ്ങൾ എന്നെ നീ കൊണ്ടുപോകണം. And now I love being under the hand of God for many years. അനേക വർഷങ്ങൾ ആ ദൈവകരങ്ങളിൽ ഒതുങ്ങിയിരിക്കാൻ കഴിഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ I സ്തുതിക്കുക. thank God for all the opposition that has happened in my life. എനിക്ക് ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ പ്രതികൂലങ്ങൾക്കായി നന്ദി പറയുക I ദൈവം. thank God for every tongue that has spoken ill about me. എന്നെ പറ്റി ദോഷം പറഞ്ഞ എല്ലാ നാവുകളെയും ദൈവത്തെ സ്തുതിക്കുക. All that opposition, Jesus was pouring himself to me. കാരണം ഈ പ്രതികൂലങ്ങളെല്ലാം നടുവിൽ യേശു തന്നെ തന്നിലേക്ക് ഒഴിച്ചു. And today when God takes me to places, ഇപ്പോൾ കർത്താവിന്റെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ I see the territorial demonic forces crumbling under my feet. ഹല്ലേലൂയ, ദേശാധിപത്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. It's because Jesus is with me. കാരണം എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. Because he touched me one more time. കാരണം ഒരിക്കൽ കൂടി അവൻ എന്നെ തൊട്ടു. He touched me once. ഒരിക്കൽ എന്നെ തൊട്ടു, He's touching me again. വീണ്ടും അവൻ തൊട്ടു. Last week, കഴിഞ്ഞ ആഴ്ച the Lord protected me and my wife from a major accident. ഒരു വലിയ അപകടത്തിൽ എന്റെ ഭാര്യയെ കർത്താവ് രക്ഷിച്ചു. Yes, my wife probably would have died. എന്റെ ഭാര്യ ഒരുപക്ഷെ മരിച്ചു പോകാമായിരുന്നു. Probably, people can think, my wife would probably think, without me, you can even be freer. You can go any part of the world and preach the word of God. But she doesn't realize. Now she knows that without her, my ministry cannot be complete. God protected my wife. This is the second time that God is protecting my life and saved me because I know He needs me. ആമേൻ ആമേൻ. രണ്ടാമത്തെ തവണയാണ് ഫിലഡൽഫിയ എന്റെ ജീവനെ കർത്താവ് രക്ഷിക്കുന്നത്. കാരണം എന്റെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. Somebody, a man of God, told me like this once. ഒരിക്കൽ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, Pastor Shiju, God has invested so much into you. ഓ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഷിജുവേ, ദൈവം നിന്നിൽ ഒരുപാട് നിക്ഷേപിച്ചിട്ടുണ്ട്. Do you know when He invested all this in me? നിങ്ങൾക്കറിയാമോ ഈ നിക്ഷേപമെല്ലാം വന്ന എപ്പോഴാ? Not only when I am preaching the word, ഞാൻ ദൈവത്തിനെ പ്രസംഗിക്കുക മാത്രമല്ല, but in the quiet times of my life. ജീവിതത്തിന്റെ ശാന്തമായ അനുഭവങ്ങളിൽ When I have been alone with my Jesus. എന്റെ യേശുവുമായി ഞാൻ ഏകാന്തയിൽ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ Only been tears have been my food. ആ സമയത്ത് കണ്ണുനീർ മാത്രം എന്റെ ആഹാരമായിരുന്ന When I സമയത്ത് have cried out to God, കർത്താവിനെ നിലവിളിച്ചപ്പോൾ, Lord, I have said many times, who am I, Lord? Use somebody else, Lord. I just want to get away, but the Lord said, you are the one I want. ആമേൻ. കർത്താവേ, അടിയൻ ആരാണ്? മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇല്ല മോനെ, എനിക്ക് നിന്നെയാണ് അയക്കേണ്ടത്. I mean, that's not the way to put it. Okay, whatever it is, I was struggling. ഞാൻ ബുദ്ധിമുട്ടിയായിരുന്നു. All that struggle, എന്നാൽ ആ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ there was a hand that helped me. എന്നെ പിടിച്ച ഒരു കരമുണ്ട്. I will never leave you nor forsake you.
ആ കരം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. Many times he has said, I'm yours. പലപ്പോഴും കർത്താവ് പറഞ്ഞു, ഞാൻ Almighty നിന്റേതാ. God who created the heaven and the earth. സ്വർഗ്ഗത്തെയും ഭൂമിയെ സകലത്തെ സൃഷ്ടിച്ച He ദൈവം, said, I'm yours. ആ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ I said, നിന്റേതാ. Lord, you're mine, I'm yours too. ഹല്ലേലൂയ. കർത്താവേ, അങ്ങന്റേത് മാത്രമല്ല, ഞാൻ അങ്ങയുടേതുമാണ്. Isn't that a beautiful relationship? അതെത്ര ശ്രേഷ്ഠമായ ബന്ധമാണ്. I'm calling you to that relationship. ആ ബന്ധത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുക. He's mine and I'm his. ഞാൻ അവന്റേതാണ്, അവൻ എന്റേതാണ്. Now I am his and he is mine. His banner over me is love. I am his and he is mine. His banner over me is love. I am his and he is mine. His banner over me is love. His banner over me is love. Jesus is the rock of my salvation. His banner over me is love. Jesus is the rock of my salvation. His banner over me is love. Jesus is the rock of my salvation. His banner over me is love. His banner over me is love.
Wonderful Jesus, we love you. We thank you for wisdom and understanding. We bless your people today, Lord. Wonderful people, bless them. Bless everything concerning them, Lord. I pray we will all be with you in eternity. And none of us will be lost, but we'll go from glory to glory. Lord, bless members of this church who are not with us right now. Wherever they are, Lord, bless them also. Let them also come to know you in a very special way. We thank you for our Pauls who are outside. We thank you for our Peter, some of them who are outside. We thank you for some of our young Timothys who are right now outside. Our heart goes to them, Lord. Bless them. Strengthen them. Use them, Lord. We love you and we praise you. In Jesus' name we pray. Amen. God bless you. Have a great, victorious week. Please make it a point to meet with one another and come and have lunch.